രോഗം നമ്മൾ നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സർജറി ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇത് റിവേഴ്സ് ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് തിമിരം എന്ന് പറയുന്നത് എന്താ, നമ്മൾ ലെൻസ് കട്ടിയായിട്ട് വരാം. അത് പ്രായം കൂടുന്തോറും ആണ് ഇതിന്റെ കട്ടി കൂടി കൂടി വരുന്നത്. അപ്പോൾ ഇതൊരു ഏജ് റിലേറ്റഡ് പ്രോബ്ലം ആണ്. ഇത് പതുക്കെയാണ് ഇത് പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ലെൻസിന് എന്ത് പറ്റും, ലെൻസ് ഒരു ക്ലൗഡി ഫീൽ ആയിരിക്കും. അതായത് നമ്മൾ മഞ്ഞുള്ള സമയത്തൊക്കെ നമ്മൾ വിൻഡോയിൽ മഞ്ഞ് മൂടിയിട്ട് നമ്മൾ പുറമേക്ക് നോക്കുമ്പോൾ എന്താ തോന്നുക, ഒരു ക്ലിയർ ഉണ്ടാവില്ല അല്ലെ, വിഷൻ നമുക്ക് ക്ലിയർ ആയിരിക്കില്ല. അപ്പൊ ഇവർക്ക് എന്താ, വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, TV കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും, വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പ്രത്യേകിച്ച് രാത്രി അവർക്ക് കണ്ണ് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതിങ്ങനെ പ്രോഗ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വരും. അതുപോലെ തന്നെ ഒരാളെ രണ്ടായിട്ട് കാണാൻ തുടങ്ങും. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ തുടക്കത്തിലുള്ള സിംറ്റംസ്. അപ്പൊ ഈ സിംറ്റംസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന 2 സൂപ്പർ റെമഡി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സർജറി ഇല്ലാണ്ട് തന്നെ നമുക്ക് തിമിരം റിവേഴ്സ് ചെയ്തെടുക്കാം. അതിൽ ഫസ്റ്റ് റെമഡി എന്ന് പറയുന്നത് ആവണക്കെണ്ണ. നല്ല ശുദ്ധമായ ആവണക്കെണ്ണ എടുക്കുക, ഓർഗാനിക് ഷോപ്സിൽ നിന്ന് മേടിക്കുക. അപ്പൊ ഈ ആവണക്കെണ്ണ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു തുള്ളി നമുക്ക് ബാധിക്കപ്പെട്ട കണ്ണില് നമ്മൾ ഒഴിക്കാം. അപ്പൊ ആവണക്കെണ്ണയുടെ ഗുണം എന്താണ്, ആവണക്കെണ്ണ നല്ല ലൂബ്രിക്കേറ്റിംഗ് ആണ്, ഡ്രൈനെസ് കുറയ്ക്കും നമ്മളെ കണ്ണിന്റെ. അതുപോലെ ഐയുടെ ഹെൽത്തിന് അത് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും. അതുപോലെ ബ്ലഡ് വെസൽസ് നല്ല സൂത്ത് ചെയ്യാൻ, അതായത് നല്ല റിലാക്സ് ചെയ്യാനും ആവണക്കെണ്ണ സഹായിക്കും. അതുപോലെ തന്നെ ത്രിഫല ചൂർണം 1 ടീസ്പൂൺ എടുക്കുക. 1 കപ്പ് വെള്ളത്തിൽ 2 തൊട്ട് 3 മിനിറ്റ് നല്ലോണം തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് അരിച്ചെടുക്കുക. അതായത് 3 തോർത്തുമുണ്ട് 2ആയിട്ട് മടക്കിയിട്ട് നല്ല രീതിയിൽ അരിച്ചെടുക്കുക. അപ്പൊ ഒരു തരി പോലും അതിൽ പാടില്ല കേട്ടോ. അപ്പൊ ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൗൾ എടുക്കുക. ആ ബൗളിൽ ഈ വെള്ളം ഒഴിക്കുക. ഈ ത്രിഫല ചൂർണത്തിന്റെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ കണ്ണിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുക അതിന്റെ ഉള്ളിൽ വെച്ചിട്ട്. ഇതൊരു 15 തൊട്ട് 20 മിനിറ്റ് ഒരു ദിവസത്തിൽ 2 തൊട്ട് 3 തവണ ചെയ്യാം. അപ്പൊ ഈ മേൽ പറഞ്ഞ റെമഡിയും ഈ റെമഡിയും നിങ്ങൾ ഒരു മാസത്തേക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾ തിമിരം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ എനിക്ക് അറിയിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏർലി സ്റ്റേജസിലുള്ള തിമിരം നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാം. അപ്പൊ തിമിരത്തിന് ഇനി സർജറിക്ക് ആവശ്യമില്ല.